നമസ്കാരം. കണ്ടതും കേട്ടതിലേക്കും സ്വാഗതം. നമുക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങൾക്ക് ഒരു കോമൺ മാൻ്റെ കോമൺ സെൻസിൽ തോന്നുന്ന ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്താന്നടേ, ബൈക്കിന് ഗ്യാസ് ട്രബിളാ ആവോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിഷയം മൈഗ്രേഷൻ. ഇതൊരു പുതിയ വിഷയമൊന്നുമല്ല, കേരളത്തിൽ എല്ലാ കാലത്തും ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചുറ്റിനും കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാർത്തകളും കമൻറ്റുകളും എല്ലാം ഇതിനെ പറ്റിയിട്ടാണ്. അയ്യോ, നമ്മുടെ കുട്ടികൾ കേരളം വിട്ട് പോകുന്നേ, ആരും ഇവിടെ നിൽക്കുന്നില്ലേ, കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നശിച്ച് നിറണികളായി പോകുവേ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കാണുന്നു. പല പല വാഗ്വാദങ്ങൾ നടക്കുന്നു, വിദേശത്ത് പോയി കുട്ടികളെ പോയി തെറി വിളിക്കുന്നു, ഇങ്ങനെ കുറേ പരിപാടികൾ. അപ്പോൾ എന്തായാലും ഇതേ പറ്റിയിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ വേണ്ടി ഫേസ്ബുക്കിൽ വളിച്ച കമൻറ്റുകളിട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ഡിങ്കോൾഫി അമ്മാവൻ നമ്മോടൊപ്പമുണ്ട്. അമ്മാവ, പറയൂ, താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇവന്മാർക്ക് കുത്തിക്കഴപ്പ്. ഇനിയിപ്പോൾ എന്താണ് പറയേണ്ടത്? എന്ത് കുറവാണ് ഇവിടെ അവന്മാർക്കുള്ളത്? ഇവന്മാരൊക്കെ എന്തിനാണ് ഈ ഓരോരോ രാജ്യങ്ങളിൽ ചാടിപ്പോകുന്നത്? ഇവിടെ എന്ത്, റോഡിന് റോഡില്ലേ, പുഴയ്ക്ക് പുഴയില്ലേ, തോടിന് തോടില്ലേ, കുളത്തിന് കുളമില്ലേ, കുളത്തിൽ മുതലില്ലേ? മുതലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊക്കെ പണ്ട് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് കാടും മലയും ഒക്കെ കടന്ന് മുതലയുടെ വായിക്കാത്തൂടെ ഒക്കെ കയറി ഇങ്ങനെ ആരുടെ തലയുടെ മണ്ടയിൽ കൂടെ ഒക്കെ ചാടിയൊക്കെയാണ് സ്കൂളിൽ പോയിരുന്നത്. അതുപോലൊക്കെ ഇവന്മാർക്ക് വേണോ? ഇവിടെ എന്ത് കുറവാണ്? ഇത് എന്തിനാ പോകുന്നതെന്നറിയാവോ? ഇവന്മാർക്ക് ഇവിടെ ഒന്നും പറ്റുന്നില്ല. അവിടെ പോയിട്ട് കുത്തിക്കരണം മറിഞ്ഞ് അവൻ്റെയൊക്കെ ഇഷ്ടത്തിന് തോന്നിയ മാസത്തിന് നടക്കണം. രാത്രിയൊക്കെ ഇറങ്ങി വലുതൊക്കെ വലിച്ചു കയറ്റി കണ്ണവന്മാരുടെ കൂടെയൊക്കെ പോയി കണ്ണവന്മാരുടെ കൂടെയൊക്കെ നിരങ്ങി അങ്ങനെ നടക്കണം. അല്ലാതെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇവിടെ ജീവിച്ചിട്ട് ഇവിടുത്തെ സമൂഹത്തിനനുസരിച്ച് ജീവിച്ചു പോകാൻ അവന്മാർക്കൊന്നും പറ്റുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാർക്കൊക്കെ എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടാണെന്ന്. അത് തന്നെ കാര്യം. ഞാൻ പറയുന്നത്, ഇതിനു വേണ്ടി ഒരു സമിതി ഉണ്ടാക്കി നമ്മളെപ്പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എയർപോർട്ടിലൊക്കെ പോയി നിൽക്കണം. അപ്പോൾ ഇവന്മാരിങ്ങനെ ബാഗുമായിട്ട് പോകാൻ വരും. അപ്പോൾ നമ്മളിങ്ങനെ ചാടി വീണ് അവനെ പിടിച്ച് അതാത് വീടുകളിൽ കൊണ്ടാക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഈ പിള്ളേരെ ഇവരെയൊന്നും വിടരുത്, പ്രത്യേകിച്ച് പെൺപിള്ളേരെയൊന്നും പുറത്ത് അങ്ങോട്ടൊന്നും വിടുകയോ ചെയ്യരുത്, നശിച്ചു പോവും കേട്ടാ. ശരി, അപ്പം ഞാൻ പിന്നെ വരാം. ഓക്കെ. അപ്പോൾ ഈ വിഷയം ഇവിടെ നിന്നും എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. എന്തുകൊണ്ട്, എന്തിന്, എങ്ങനെ? ഇത് കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണോ? അല്ല, കേരളം ഉണ്ടായ കാലം തൊട്ടേ വിദേശത്ത് ആൾക്കാർ പോകുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വ്യത്യാസം, അന്ന് പോയിരുന്നവരെല്ലാം അവിടെ പോയി പണിയെടുത്ത് കുറച്ച് കാശ് കേരളത്തിലേക്ക് അയക്കുമായിരുന്നു. റെമിറ്റൻസ് എന്ന് പറയും, റെമിറ്റൻസ് ഇൻകം മണി. നമ്മളൊരു ബബിൾ എക്കോണമി ആണല്ലോ. പക്ഷേ ഇന്ന് പോകുന്ന കുട്ടികൾ പോയ വഴിക്ക് പുല്ല് മുളയ്ക്കുന്നില്ല. അവരവിടെ പോയി സെറ്റിലായി അവിടുത്തെ സിറ്റിസൻസായിട്ട് സുഖിച്ച് ജീവിക്കുകയാണ്. ഒരൊറ്റ പൈസ അയക്കുന്നില്ല. നന്ദികേടാ. അതാണ് ദേഷ്യം വരുന്നതെന്ന്. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട് കണ്ടതാണ് ഒരു 3 മാസം മുമ്പ് ഒരു ചാനലിൽ. അതായത് ഈ കുട്ടികൾ ഇവിടെ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നു, ജോലിക്ക് പോകുന്നു, അതുകൊണ്ട് ഇവിടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ആളെ കിട്ടുന്നില്ലെന്ന്. എന്തോന്ന് റിപ്പോർട്ടാണ് ഇത്? ഇതിനകത്ത് ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ മറ്റുള്ള കോമൺ മെന്നിനോട് പറയാൻ വേണ്ടി, മനുഷ്യരോട് പറയാൻ വേണ്ടിയിട്ട് വലിയ സിദ്ധാന്തങ്ങളോ തത്വങ്ങളോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. കേരളം ഉണ്ടായ കാലത്ത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, കേരളം രൂപീകൃതമായ ഒക്കെ ഒരു കാലഘട്ടത്തിൽ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ സൊസൈറ്റിയുടെ മെജോറിറ്റി എന്ന് പറയുന്നത് സർവൈവലിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സൊസൈറ്റിയായിരുന്നു. സൊസൈറ്റിയുടെ മെജോറിറ്റി ഓരോ തലമുറ കഴിയുമ്പോഴും ഈ മെജോറിറ്റി മാറി വരും, പല പല കാറ്റഗറിയായി വരും. അന്നത്തെ മെജോറിറ്റി എന്ന് പറയുന്നത് ഞാനതിനെ വിളിക്കുക സർവൈവൽ കമ്മ്യൂണിറ്റി എന്നാണ്. അതായത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇതിന് വേണ്ടിയിട്ട് സർവൈവൽ ആഗ്രഹിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് അന്നുള്ളത്. ഇവരാണ് മെജോറിറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ 100 പേരെ എടുത്താൽ, 100 പേരെ സാമ്പിളായി എടുത്താൽ അതിൽ 70 പേരും ഇത് ആഗ്രഹിച്ചിരുന്നവരായിരുന്നു. ബാക്കി 30 പേരായിരിക്കാം, കുറച്ചതൊക്കെ ഉണ്ട്, പിന്നെ കുറച്ചുകൂടെ മുകളിലത്തെ നിലയിൽ, പിന്നെ സമ്പന്നർ എന്നൊക്കെ പറയുന്നത് അത്രയേ ഉള്ളൂ. ബാക്കി മുഴുവനും 100-ൽ 70-75 പേരും സർവൈവലായിരുന്നു. ആ സർവൈവൽ കമ്മ്യൂണിറ്റിയുടെ കാലം തൊട്ടേ നമ്മൾ പേർഷ്യയ്ക്ക് പോവുക, സിലോണിന് പോവുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ കേരളത്തിൻ്റെ കഥകളിലുമൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. അപ്പോൾ എന്തിനാണ് പോകുന്നത്? തൊഴിലന്വേഷിച്ചിട്ടാണ്. നമുക്ക് ആവശ്യത്തിനുള്ള, അതായത് 100 പേരുണ്ടെങ്കിൽ അതിൽ 10 പേർക്ക് ജോലി കിട്ടുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട്
പുറത്തേക്ക് ജോലി അന്വേഷിച്ച് പോയി, സ്വാഭാവികമായിട്ടും മാൻ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർവൈവൽ കമ്മ്യൂണിറ്റി കഴിഞ്ഞ ശേഷം കേരളത്തിൽ വന്ന അടുത്തൊരു തലമുറയെ ഞാൻ വിളിക്കുക അപ്ലിഫ്റ്റിംഗ് കമ്മ്യൂണിറ്റി എന്നാണ്. അത് നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ ഒരു കാലഘട്ടമായിട്ട് വരും. ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത, ഈ സർവൈവൽ കമ്മ്യൂണിറ്റി എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്യുന്നു. അതിൻ്റെ അടുത്ത തലമുറ കുറച്ചുകൂടെ വിദ്യാഭ്യാസമൊക്കെ കിട്ടി കുറച്ചും കൂടി മെച്ചപ്പെട്ട ജോലികളിലേക്കൊക്കെ എത്തുകയും അവർ ഈ സർവൈവൽ കമ്മ്യൂണിറ്റിയെ ഒരല്പം കൂടി മുകളിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് ഒരു അപ്ലിഫ്റ്റിംഗ് കമ്മ്യൂണിറ്റി ആക്കുന്നു. അതായത് ഈ ബേസിക് നീഡ് ആഗ്രഹിച്ച ആൾക്കാരെ കുറച്ചും കൂടി 3 നേരവും ഭക്ഷണം കിട്ടും, നല്ല ഭക്ഷണം കിട്ടും, വീട്ടിൽ ഇലക്ട്രിസിറ്റി കാണും, വാട്ടർ കണക്ഷൻ കാണും, ചോരാത്ത വീടുകൾ കാണും, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ചുകൂടെ നല്ലൊരു ഫെസിലിറ്റിയിലേക്ക് അവരെ മാറ്റിയെടുക്കും. ഈ അപ്ലിഫ്റ്റിംഗ് കമ്മ്യൂണിറ്റി അതെല്ലാം അപ്ലിഫ്റ്റ് ചെയ്ത ശേഷം ഉണ്ടായ അടുത്ത തലമുറയാണ് അപ്ഗ്രേഡിങ് കമ്മ്യൂണിറ്റി, നമ്മുടെയൊക്കെ ഒരു ഏജിൽപ്പെട്ട കമ്മ്യൂണിറ്റി. ഞാനീ പറയുമ്പോൾ അപ്പോഴും അതായത് നമ്മൾ ഇപ്പോൾ എടുത്താലും ഈ സർവൈവൽ കമ്മ്യൂണിറ്റി ഉണ്ട്, പക്ഷേ അവരുടെ പേഴ്സൻറ്റേജിൻ്റെ എണ്ണം കുറച്ച് വരുന്നു എന്നുള്ളേ ഉള്ളൂ. കാര്യം നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ രീതികൾ കൊണ്ട് നമ്മളതിനെ എണ്ണം കുറച്ച് കൊണ്ടുവരുന്നു. ഇപ്പം പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 പേരിൽ 75 പേർ സർവൈവ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം നമ്മളിപ്പോൾ 100-ൽ 20-ന് താഴെയോ 10-ന് താഴെയോ ആക്കി കാണും. പക്ഷെ അവരിപ്പോഴും ഉണ്ട്. അതിൻ്റെ അടുത്ത അപ്ലിഫ്റ്റിംഗ് കമ്മ്യൂണിറ്റി ഇപ്പോഴും ഉണ്ട്. അതായത് ഒരു 100 പേരിൽ ഒരു 20 പേര് അതായിരിക്കാം. പക്ഷേ മെജോറിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 100 പേരെടുത്താൽ 50 പേര് എന്താണോ അത് മെജോറിറ്റിയാണ്, അല്ലെങ്കിൽ 51 പേർ എന്താണോ അത് മെജോറിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രായത്തിൽ, എൻ്റെയൊക്കെ പ്രായത്തിൽ ഒരു 35 വയസ്സ് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ കണ്ട തലമുറ, നമ്മുടെ അച്ഛനമ്മമാരുടെ തലമുറയാണ് ഈ അപ്ലിഫ്റ്റിംഗ് കമ്മ്യൂണിറ്റി. കാര്യം അവർ കുറച്ചും കൂടി ഇതിനെ മെച്ചപ്പെട്ട രീതിയിലാക്കി, പക്ഷേ എല്ലാം ലിമിറ്റഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നമുക്ക് ഇപ്പോൾ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഒരു മോപ്പഡ് പോലത്തെ ബൈക്ക് പോലത്തെ വണ്ടിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഞാനൊരു 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം അതൊരു സ്കൂട്ടറായി മാറുന്നത്. 4 പേരുമൊക്കെ അതിൽ സഞ്ചരിക്കുന്നത്. ഇന്നിപ്പോൾ നിയമമൊക്കെ ഉണ്ട്, നമുക്ക് 4 പേരൊന്നും ഒരു ബൈക്കിൽ സഞ്ചരിക്കാൻ പോലും പറ്റില്ല. പക്ഷെ അന്ന് വേറെ വഴിയില്ല, അതേ ഉള്ളൊരു മാർഗം, അത് തന്നെ ലക്ഷറിയാണെന്ന്. അതുപോലെ തന്നെ സ്വന്തമായി വീട് എന്ന് പറയുന്നത് നമ്മുടെ അപ്പോഴും സ്വപ്നമായിരിക്കും. വാടകയ്ക്ക് താമസിക്കുന്നവരായിരിക്കും, ഒരു ചെറിയ വീട് വെക്കുക എന്ന് പറയുന്നത് സ്വപ്നമായിട്ടുള്ളവരായിരിക്കും. വീട് തന്നെ സ്വപ്നമാണ്. അപ്പോഴാണ് പിന്നെ അതിനകത്ത് TV, അന്നത്തെ കാലത്ത് വലിയൊരു ആഗ്രഹമാണ് TV. അപ്പോൾ ഞാനൊരു കളർ TV എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വാങ്ങുന്നത് എനിക്കൊരു 16 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതൊരു കേബിൾ കണക്ഷൻ പോലും ലക്ഷറി ആയിരുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ അവർ നോക്കിയിരുന്നത് കുറച്ചും കൂടി നമുക്ക് കയറി കിടക്കാനുള്ള നല്ലൊരു അപ്ഗ്രേഡഡ് ഫെസിലിറ്റി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്ലിഫ്റ്റഡ് ഫെസിലിറ്റി. അപ്പം നമ്മുടെ തലമുറ എന്ത് ചെയ്യുന്നു, ആ ഫെസിലിറ്റീസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലിയിലേക്കും വരുമാനത്തിലേക്കും ഒക്കെ എത്തുന്നു. കാര്യം നമുക്കൊരു ബേസ് ഉണ്ട്. അവിടെ എത്തിയ ശേഷം ഇപ്പം നമ്മുടെ മെജോറിറ്റികൾ ഉള്ള ഒരു ലോകമാണ്. എൻ്റെ ഈ ഏജിലുള്ളവർ മെജോറിറ്റി ആയിരിക്കുന്ന, എൻ്റെ ഏജിലുള്ളവർ സ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം 35, 40, 45 ആ ഏജിലുള്ളവർ. ഈ കാലഘട്ടം ഞാൻ അതിനെ നമ്മളടങ്ങുന്ന സൊസൈറ്റിയെ ഞാൻ വിളിക്കുക അപ്ഗ്രേഡിങ് സൊസൈറ്റി എന്നാണ്. അതായത് ഈ അപ്ലിഫ്റ്റ് ചെയ്ത് വന്ന നമ്മുടെ തൊട്ടു മുമ്പത്തെ തലമുറയെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യുന്നു. കുറച്ചുകൂടെ വലിയ കാര്യങ്ങൾ, കുറച്ചുകൂടെ ബെറ്റർ വാഹനം. ഇപ്പോൾ എൻ്റെ കൂട്ടുകാർക്കിടയിൽ, ഞങ്ങൾക്കിടയ്ക്കിടയിൽ അന്ന് ഒരു കാറിനകത്ത് കയറുന്നത് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്ന ആൾക്കാരുടെ എല്ലാം കയ്യിൽ ഇന്ന് 2 കാറെങ്കിലും ഉണ്ട്. വീട്ടിൽ ഒരു മിനിമം കാർ ഒരെണ്ണം കാണും, ആ ഫാമിലിയിൽ ഒരു 2 കാറ് കാണും. എങ്ങനെയാണ്? ഒന്നുമില്ല, സിമ്പിളാണ്. ആ അപ്ലിഫ്റ്റായ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ അപ്ഗ്രേഡഡ് സൊസൈറ്റിയുടെ വരുമാനം കൊണ്ട് ഈ ഫെസിലിറ്റീസൊക്കെ ഉണ്ടാക്കുന്നു. എല്ലാവരുടെ വീട്ടിലും നെറ്റ് കണക്ഷൻ ഉണ്ട്, എല്ലാവരുടെ വീട്ടിലും വലിയ TV ഉണ്ട്, എല്ലാവരുടെ വീട്ടിലും മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഉണ്ട്, എല്ലാവരുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാം ഓരോ മൊബൈൽ കാണും, ഇല്ലേ? ഉണ്ട്. ഈ കമ്മ്യൂണിറ്റിയാണ് ഇന്ന് മെജോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴും അപ്ലിഫ്റ്റിംഗ് കമ്മ്യൂണിറ്റിയും സർവൈവൽ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് അതൊക്കെ വളരെ കുറവാണ്. നമ്മളതൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം, നമുക്കങ്ങനെ ഒരു സർവൈവൽ കമ്മ്യൂണിറ്റിയുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോഴും നമ്മൾ അഥവാ ഉണ്ടെങ്കിൽ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ തലമുറയായി, ഇനി അടുത്ത തലമുറ വന്നു കഴിഞ്ഞു. ഇന്നൊരു 10 വയസ്സുള്ള കുട്ടി മുതൽ നമ്മുടെയൊക്കെയുള്ളൊരു കുട്ടികൾ, പിന്നെ നമുക്ക് മുന്നേ അപ്ഗ്രേഡഡ് ആയവരുടെ അടുത്ത സമൂഹം. ഞാൻ പറഞ്ഞു നേരത്തെ,
നമ്മൾ അപ്ലിഫ്റ്റിംഗ് കമ്മ്യൂണിറ്റിയിലായിരുന്നപ്പോൾ തന്നെ അപ്ഗ്രേഡായ ഫാമിലീസ് കാണും. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാറുള്ള വീടുകൾ കാണും. അന്ന് തന്നെ കുറച്ചുകൂടെ നമ്മുടെ ഇന്നത്തെ ഫെസിലിറ്റീസ് അന്ന് അച്ചീവ് ചെയ്ത മക്കൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി അടുത്ത ഒരു ജനറേഷനായി കഴിഞ്ഞു. ആ ജനറേഷനെ ഞാൻ വിളിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ മക്കളും അവരും എല്ലാം ഉൾപ്പെടുന്ന ജനറേഷനെ വിളിക്കുന്നത് ലൈഫ് സ്റ്റൈൽ സൊസൈറ്റി എന്നാണ്. അവരുടെ നമുക്കിപ്പം ഞാനൊക്കെയുള്ള ഒരു സൊസൈറ്റി പോലും മാറ്റങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് പറയാൻ പോലും മടിയുള്ളവരും അത് പറയാൻ ധൈര്യമില്ലാത്തവരൊക്കെ ആയിരുന്നു. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവരുടെ ജീവിതത്തെ കൃത്യമായിട്ട് റൂട്ട് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അവരത് പറയുന്നുണ്ട്, അവരതിനെ ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് കാരണം അവരുടെ ബേസ് ഒന്ന് ആലോചിച്ച് നോക്ക്. അവർ ജനിച്ച വീടുകളിൽ വാഹനമുണ്ട്, അവർ ജനിച്ച വീടുകളിൽ മൊബൈലുണ്ട്, അവർ ജനിച്ച വീടുകളിൽ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും കാണും. ഞാനീ പറയുന്നത് 150 പേരുടെ കാര്യമാണ്. അതാണ് മെജോറിറ്റി. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ അത് 10,000 രൂപയുടെ ആയിക്കോട്ടെ, 15,000 രൂപയുടെ ആയിക്കോട്ടെ, 20,000 ആയിക്കോട്ടെ, 1,00,000 ആയിക്കോട്ടെ, മൊബൈലുണ്ടോ? ഉണ്ട്. അതിനകത്ത് നെറ്റുണ്ടോ? ഉണ്ട്. അവർക്ക് ഈ ലോകത്തെ പല കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ, അറിയാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഗാഡ്ജറ്റ്സ് നമുക്ക് വളരെ അഫോർഡബിൾ ആവുന്ന രീതിയിലേക്ക് നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. നമുക്കിതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. 10,000 രൂപ എടുത്താൽ പോലും ഒരു TV വാങ്ങി വീട്ടിൽ വെക്കാൻ പറ്റുന്ന അവസ്ഥ നമുക്കുണ്ട്. പണ്ട് അങ്ങനെയല്ല, നമുക്കിതെല്ലാത്തിനും ഒരേ വിലയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറ എല്ലാമായിട്ടും എക്സ്പോസ്ഡാണ്. പുതിയ ചിന്തകൾ, പുതിയ രൂപങ്ങൾ, ബെറ്ററായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം. സോ മനുഷ്യൻ്റെ ബേസിക് ഒരു നേച്ചർ എന്ന് പറയുന്നത് ഫൈൻഡിങ് ബെറ്ററാണ്. ഏറ്റവും ബെറ്ററായിട്ടുള്ള, ഇപ്പം നമ്മൾ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് മാറുന്നത് എന്തിനാണ്? ഒന്നുകിൽ കൂടിയ ശമ്പളം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ജോലി, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല പ്രൊഫൈൽ. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് സമാധാനം പോരാ, അവിടെ കുറച്ചുകൂടെ സമാധാനമുള്ള ജോലി, എന്തെങ്കിലും ഒരു ബെറ്റർ ഫാക്ടർ കാണും. ബെറ്റർ. ഇത് തന്നെയാണ് മൈഗ്രേഷൻ്റെയും കാരണം. ഇവിടെ എന്തില്ലാഞ്ഞിട്ടാണ്, എന്തിൻ്റെ ഉണ്ടായിട്ടാണ് പോകുന്നതെന്നായിരിക്കും പലരും ചോദിക്കുന്നത്. അതിന് കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. നമ്മുടെ വളരെ തലമൂത്ത മനുഷ്യർ എന്ന് പറയുന്നത്, നമ്മുടെ ഭരണം എടുത്താലും, നമ്മുടെ രാഷ്ട്രീയം എടുത്താലും, നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ എടുത്താലും, അവരെല്ലാവരും ഞാൻ പറഞ്ഞ 2 തലമുറയ്ക്ക് മുമ്പുള്ളവരാണ്. അവരുടെ ചിന്തയിൽ സർവൈവലേ വരുള്ളൂ. ഇവിടെ എന്ത് കുറവുള്ളത്? വെള്ളത്തിന് വെള്ളമില്ലേ? റോഡിന് റോഡില്ലേ? കയറിക്കിടക്കാൻ ഇടമില്ലേ? നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണ്? നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് ചോദിക്കും. അവർക്കതൊരു റീസൺ അല്ല. അവർ വന്ന് വീണതേ ഇതെല്ലാം സെറ്റാക്കിയൊരു സ്ഥലത്താണ്. അവർ ചിന്തിക്കുന്നത് എനിക്കൊരൊറ്റ ലൈഫേ ഉള്ളൂ, ഞാൻ 8 മണിക്കൂർ പണിയെടുക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം 2,000 രൂപ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പണിയെടുക്കുന്നത്. എനിക്ക് 8 മണിക്കൂർ ജോലി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ദിവസം എൻ്റെ കയ്യിൽ 20,000 രൂപ വരണം. കാരണം അവർ ലൈഫ് സ്റ്റൈൽ കമ്മ്യൂണിറ്റിയാണ്. അവരവരുടെ ജീവിത ശൈലിയും ജീവിത രീതിയുമാണ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലാതെ എനിക്കൊരു ജോലി വേണം അങ്ങനെയല്ല. എന്ത് ജോലി വേണം, എന്ത് പ്രൊഫഷണലിനകത്തായിരിക്കണം, ഏത് സ്ഥലത്ത് ജീവിക്കണം. ഇപ്പം നമ്മുടെ സൊസൈറ്റി തന്നെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഈ പല കാറ്റഗറി ഉണ്ടായതുകൊണ്ട് ഇവരുടെ റെവല്യൂഷനെ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അതായത് നമ്മുടെ പെർസ്പെക്റ്റീവ് വരേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ജീവിക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ നമുക്ക് എത്താൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ തലമുറയിൽപ്പെട്ട പല ആൾക്കാർക്ക് ആ റെവല്യൂഷൻ തലയ്ക്കകത്തുണ്ടെങ്കിൽ പോലും അത് പുറത്തേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മൾ ബോട്ടപ്പായത് അങ്ങനെ സാഹചര്യത്തിലാണ്. പക്ഷെ ഇന്നത്തെ പിള്ളേർ അങ്ങനെയല്ല. എൻ്റെ ജീവിതം എൻ്റേതാണ്, അത് ഞാൻ ഡിസൈൻ ചെയ്യും, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന കുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ ചേർന്നതായിട്ടുള്ളൊരു എക്കോ സിസ്റ്റമുള്ള സ്ഥലം വേണം. അതിനവരത് ചൂസ് ചെയ്തു പോകും. ഇന്ത്യയിലാണെങ്കിൽ മറ്റേതെങ്കിലും നഗരങ്ങൾ, ബാംഗ്ലൂരോ ചെന്നൈയോ ഹൈദരാബാദ്, കാര്യം അവിടെ ചെല്ലുന്ന ഫസ്റ്റ് ഡേ മുതൽ അയാൾക്ക് സെറ്റിൽ ചെയ്ത് തുടങ്ങാം. കാര്യം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അയാളുടെ ചുറ്റും. ഇപ്പോൾ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചു. നമ്മുടെ കേരളത്തിൽ നമ്മൾ ആദ്യം IT കൊണ്ടുവന്ന്, ഇപ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം IT കൊണ്ടുവന്ന സ്ഥലമാണെങ്കിൽ പോലും നമുക്കൊരു സീലിംഗ് ഉണ്ട്, അതിനപ്പുറം വളരില്ല. കാരണം കേരളത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് അതാണ്. കേരളത്തിൽ അങ്ങനെ വളരുന്ന ഇഷ്ടമല്ല, ഇങ്ങനെ തട്ടി നിൽക്കും. നമ്മളിങ്ങനെ അതായത് തിരുവനന്തപുരത്തിൻ്റെ IT എക്സ്പോർട്ട് ഏകദേശം ഒരു 11,000 കോടി, കൊച്ചിയുടെ ഒരു 9,000 കോടി, ഇങ്ങനെയൊക്കെയാണ്. ബാംഗ്ലൂരിൻ്റെ IT എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 ലക്ഷം കോടിയാണ്. തൊട്ടടുത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഹൈദരാബാദിൻ്റെ 3.25 ലക്ഷം കോടിയാണ്. അവർ 5 ലക്ഷം കോടിയാക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ തിരുവനന്തപുരവും കൊച്ചിയും കൂടെ ചേർന്നിട്ട് കഷ്ടിച്ച് 20,000 കോടിയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാരണം നമുക്ക് അത്രമാത്രം വലിയ നഗരങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല. പക്ഷേ ആൾക്കാർക്ക് എന്താണ്, അവർക്ക് ബെറ്റർ ജോബ് ഓപ്ഷൻസ് വേണം. ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ജോബ് വേണമെന്ന് ആലോചിച്ചാൽ ചുറ്റിനും ജോലിയാണ്. മറ്റേതങ്ങനെയല്ല, ഓപ്ഷൻ കുറവാണ്. ഇനിയിപ്പോൾ അതും പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം? പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകുന്നത് എന്തിനാണ്? ടോട്ടലി വേറൊരു സാഹചര്യം വേണം. ലൈക്ക് ഭയങ്കര പ്രോഗ്രസീവായിട്ടുള്ളൊരു സൊസൈറ്റി. അവരുടെ സ്വാതന്ത്ര്യമാണ്.
അപ്പോൾ എന്തുകൊണ്ട് ഇവർ പുറത്തേക്ക് പോകുന്നു എന്ന് പഠിക്കാൻ വേണ്ടി സമിതിയെ നിയോഗിച്ചുകൊണ്ടോ കുറേ അപ്പാപ്പന്മാർ ചേർന്നത് ഡിസ്കസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇന്ന് 15 വയസ്സുള്ള ഒരു കുട്ടിയെ വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുക, മോനെ നിനക്ക് അവൻ 3 വർഷം കഴിയുമ്പോൾ അവന് 18 വയസ്സാവും, നിനക്ക് എന്താ വേണ്ടേ, അല്ലെങ്കിൽ മോളെ നിനക്ക് എന്താ വേണ്ടേ ഇവിടെ എന്ന് ചോദിക്കണം. അവൻ കുറേ കോഴ്സിൻ്റെ പേര് പറയും, അവനവൻ്റെ കുറേ ലൈഫ് സ്റ്റൈൽ പറയും. എനിക്കത് കഴിഞ്ഞാൽ എത്ര രൂപ സാലറിയിൽ ജോലി കിട്ടും. കാരണം ഞാൻ ഇക്കഴിഞ്ഞ ദിവസം ഒരു മെട്രോപൊളിറ്റൻ മാഗസീൻ്റെ അവർ മാർക്കറ്റ് സ്കാനിൽ കാണുന്ന വരുമാനം പറഞ്ഞിരിക്കുക. മിഡിൽ ക്ലാസ്, അതായത് ഇന്ത്യയുടെ മെട്രോപൊളിറ്റൻ സിറ്റീസിലെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരു വർഷം 20 ലക്ഷം മുതൽ 90 ലക്ഷം വരെ വരുമാനമുള്ള ആൾക്കാരെ മിഡിൽ ക്ലാസ് ആയിട്ട് അവർ കണ്ടിട്ടുള്ളൂ. അതാണ് അവസ്ഥ. ഞാൻ കണ്ടതാണ്, ഒരു എക്കണോമിക്സ് ബേസ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. ഇങ്ങനെ വരെ കണ്ടു തുടങ്ങുന്നൊരവസ്ഥയായി. നമ്മളവിടെ നിൽക്കുകയാണ്. 10,000 രൂപ 15,000 രൂപ സാലറിയിൽ ഇങ്ങനെ നിൽക്കുക. നിങ്ങളൊന്നും വേണ്ട, ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. ഡിമാൻഡ് പെർ ആനം 20 lakhs എന്നൊക്കെ കാണാം. അത് ഇന്ത്യ കിട്ടും, ഇന്ത്യയിൽ ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ പുറത്തേക്ക് കേരളത്തിൽ തന്നെ കിട്ടും. പക്ഷേ കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ചുരുക്കുക. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തും കൊച്ചിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ IT സെക്ടർ പല സെക്ടറുകളിലും പെർ ആനം 20ക്ക് മുകളിലും 25 lakhsന് മുകളിലും അപ് ടു 30 lakhs ഒക്കെ ഉള്ളവരുണ്ട്. പക്ഷേ അതിൻ്റെ എണ്ണം കൂടുതൽ കിട്ടുക, അതായത് തനിക്കും അതുപോലൊരു വരുമാനം വേണം, അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം കൂടി പുറത്തേക്ക് പോകും. അറ്റ്ലീസ്റ്റ് താൻ ആഗ്രഹിക്കുന്നൊരു സോഷ്യൽ സെറ്റപ്പ്, നല്ല വഴികൾ, നല്ല ഭംഗിയുള്ളൊരു നഗരം, ആൾക്കാർ എന്നെ ചോദ്യം ചെയ്യാത്തവർ എന്ന് പറയുന്നൊരു സാധനമെങ്കിലും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുക. സോ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അവർക്ക് ഇവിടെ എന്തില്ലാഞ്ഞിട്ടാണെന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് ഇവിടെ ഇല്ലായ്മകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് അവരുടെ കുഴപ്പമല്ല, അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് മുമ്പേ ഓടേണ്ടി വരും, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അവർ പോകുന്നത് അവിടെ പോയി പൈസ അയച്ച് നാട്ടിലോട്ട് അയക്കാൻ കാര്യം അവരുടെ വീട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, അവർ ഓൾറെഡി പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തൊരു വീട്ടിലുള്ള ആൾക്കാരാണ്. അവരുടെ ജീവിതം നോക്കിയിട്ടാണ് പോകുന്നത്. അവരവിടെ പോകുന്നു, അവരവിടെ വിവാഹം കഴിച്ച് കല്യാണം കഴിച്ച്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ പാർട്ണറായിട്ടോ ഒറ്റയ്ക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ലൈഫ് എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ അവരവിടെ സെറ്റിലാവുന്നു. അവർ നാട്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുന്നു, സുഖമായിട്ട് ജീവിക്കാൻ നോക്കുന്നു. എന്ത് വന്നാലും അവരാണ് അതിൻ്റെ ഉത്തരവാദി എന്നവർ ഏറ്റെടുക്കാൻ തയ്യാറാണ്. സോ ഇത് മനസ്സിലാക്കാതെ നമ്മൾ കോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ, അവർ കാരണം കണ്ടുപിടിക്കുകയാണ്. കുറച്ച് പേര് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പോകുന്നവരുണ്ട്. ബാക്കിയുള്ളവർ ഇത് അവരുടെ ചിന്താഗതി സെറ്റിലിംഗ് ആണ്. അവിടെ ചെല്ലുക, നല്ലൊരു ലൈഫ് സെറ്റിൽ ചെയ്തെടുക്കുക, ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഇത് തന്നെയാണ്. അപ്പം നമ്മൾ അതനുസരിച്ച് മാറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കും. എൻ്റെ ഏജിലുള്ളവർ പോകുന്നുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവർ പോകുന്നുണ്ട്. അടുത്ത ദിവസം അവിടെ ചെന്ന് അടുത്ത ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ് നീ ഇനി വരില്ല എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ലടാ ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ വരും. കാരണം അവൻ ഭയങ്കര ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു സോളിഡ് എഡ്യൂക്കേഷൻ, സോളിഡ് വർക്കിംഗ് എക്സ്പീരിയൻസ്, സോളിഡ് സ്കില്ലുമായി പുറത്തു പോയ ഒരാൾക്ക് അവിടെ ജോലിയുണ്ട്. ഇതില്ലാതെ പോകുന്നവരാണ് പലരും നമ്മളിങ്ങനെ പറയുന്നത് കറങ്ങി തിരിച്ചു വരുന്നു എന്ന് പറയത്തില്ലേ അവർ. പക്ഷെ അവർ പോകുന്നതിൻ്റെ മോട്ടീവ് എന്താണ്? ഇത്രയേ ഉള്ളൂ. 2, നമ്മുടെ സോഷ്യൽ പ്രശ്നമുണ്ട്. സർട്ടിഫിക്കറ്റ് ഓറിയൻറ്റഡ് സൊസൈറ്റി. വഴി കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടന്നാലും പറയും അയ്യോ അവൻ അങ്ങനെ നടന്നാലെന്താ, അവൻ PhD ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരാളുടെ ഫ്രസ്ട്രേഷൻ എന്തായിരിക്കും? എന്തിനാണ് ഈ എഡ്യൂക്കേഷൻ? അവൻ PG ഉള്ള ഒരു വഴി കൂടെ വെറുതെ നടക്കുന്ന ആളാണ് കേട്ടോ, അതുകൊണ്ട് അവനെ ബഹുമാനിക്കാം. അങ്ങനെയല്ല, ഇത് സ്കില്ലാണ്. ഒരാൾക്ക് ചെയ്യാനറിയാവുന്ന ഒരു ജോലി കാണും, അതിലെത്തിപ്പെട്ടാൽ അയാൾ സർവൈവ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് അറിയില്ല. പക്ഷെ നമ്മളിവിടെ കോമൺ ആയിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്യുക, ജനറലൈസ് ചെയ്യുകയാണ്. ഒരാൾ എല്ലാവരും ഒരേ സർട്ടിഫിക്കറ്റ്സ് പഠിച്ച് ഇന്ന ജോലിയിലേക്ക് പോകണം. ഒരു സമയത്തെ കേരളത്തിൻ്റെ സ്റ്റാറ്റസ് കോ കോഴ്സുകൾ, ഈ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് കൂടുതലായി ആൾക്കാരെ അട്രാക്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് കോ കോഴ്സുകൾ ഉണ്ടാക്കിയത്. അതിന് പകരം നമ്മൾ സ്കിൽ ബേസ്ഡ് കോഴ്സുകളും ചെയ്ത് അങ്ങനെ ഒരു ജോലിയിലേക്ക് പോയി ചെന്നിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സൊസൈറ്റി മാറി ചിന്തിച്ചേനെ. ഇനിയും സമയമുണ്ട്. അതിനുള്ള സാഹചര്യം, എക്കോസിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ എക്കോസിസ്റ്റത്തെ റീവാമ്പ് ചെയ്യേണ്ട സമയമായി. നമുക്ക് ഒരുപാട് സാക്ഷരത, എഡ്യൂക്കേഷൻ എല്ലാം ഉണ്ട്, പക്ഷെ ജീവിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ മറന്നു പോകുന്നു. അതിനുള്ള കേപ്പബിലിറ്റി കാണുന്നില്ല നമ്മുടെ സ്റ്റേറ്റിൽ. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത തമിഴ്നാടിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാണാൻ നമ്മളെപ്പോലൊന്നും ഇങ്ങനെ ഭയങ്കര അണിഞ്ഞൊരുങ്ങി നടക്കുന്നൊന്നും ആയിരിക്കത്തില്ല ആൾക്കാർ. പക്ഷേ അവരൊന്നൊന്ന് ആലോചിച്ച് നോക്കണം, 70കളുടെ തമിഴ്നാടും ഇന്നത്തെ തമിഴ്നാടും എടുത്തു കഴിഞ്ഞാൽ അവർ എത്രമാത്രം അപ്ഗ്രേഡഡ് ആയിരുന്നു.
അവരെത്രമാത്രം സാമ്പത്തികമായി മുന്നിലെത്തി. മഹാരാഷ്ട്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നമായിട്ടുള്ളൊരു സ്റ്റേറ്റായി അവരെങ്ങനെ വളരുന്നു. അവരിന്ന് 3 ബില്യൺ എക്കോണമി എങ്ങനെ ബില്യൺ എക്കോണമി ആയിട്ട് മാറണം എന്നെങ്ങനെ അവർ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അതിനേക്കാട്ടിൽ വലിയ മാൻ പവറുള്ള നമ്മൾ കേരളം, അതായത് എഡ്യൂക്കേറ്റഡ്, നല്ല ബുദ്ധികൂർമ്മതയുള്ളൊരു മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സ്, മാൻ പവർ എന്ന് പറയുന്നില്ല, അത് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിപ്പോൾ, ഹ്യൂമൻ റിസോഴ്സ് നമുക്കുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് ബാംഗ്ലൂരിലേക്ക് മലയാളികളെയാണ് ആവശ്യം, കാര്യം ഇവിടുത്തെ കമ്പനികൾ നടന്നു പോകുന്നത് തന്നെ മലയാളികൾ ഉണ്ടായോണ്ടാണ്. എന്നാൽ പിന്നെ ആ കമ്പനി ഇവിടെ വന്നാൽ പോരെ, കേരളത്തിലെ നഗരങ്ങളിൽ വന്നാൽ പോരെ, എന്തിനാണ് മലയാളി അങ്ങോട്ട് പോകുന്നത്? ഇങ്ങോട്ട് വന്നാൽ പോരെ. അവിടാണ് പ്രശ്നം. അവിടെ അത് ഇവിടെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുക. അവിടെ പോയി കഴിഞ്ഞാൽ സാഹചര്യം ഉണ്ടായി കൊടുക്കുക. അത് നമ്മുടെ സൊസൈറ്റി റിജിഡ് ആവരുത്. ഇപ്പോഴും 70കളിലാണ് നിൽക്കുന്നത്. അത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരിവിടെ നിൽക്കും. അവരുടെ ഈ റിസോഴ്സ് നമുക്കിവിടെ നിർത്താൻ പറ്റും. അല്ലെങ്കിൽ വളരെ ക്രീം ക്രൗഡ് ഇവിടെ ഒന്നുകിൽ ഭയങ്കര ഫ്രസ്ട്രേഷനിൽ ജീവിക്കും, അല്ലെങ്കിൽ അവർ പോവും, ഉറപ്പായിട്ടും പോവും. അപ്പോൾ ഇതാണ് കാര്യം. ഡിങ്കോൾഫി മോൻ പോയാ? അയ്യോ, കമൻറ്റിട്ട് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു, പാവം. പോട്ടെ, അടുത്ത ദിവസം കാണാം. അപ്പോൾ എന്തായാലും നമുക്കും അടുത്ത ദിവസം കാണാം. മറ്റൊരു വിഷയമായിട്ട് വരാം. കണ്ടതും കേട്ടതും.